വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്യുക, എന്റെ കാര്യത്തിൽ ഇടപെടരുത്. അഡ്വക്കേറ്റ് ബേലിൻദാസ് തന്റെ ജൂനിയറായി വർക്ക് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ശ്യാമിലിനെ അതിഭീകരമായിട്ട് ഉപദ്രവിച്ചു. ഇവിടെ പോലീസ് ബേലിൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ ബാർ കൗൺസിൽ അവരെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. അത് പ്രോട്ടോകോൾ പ്രകാരം തെറ്റാണ് പോലും. കൊടുക്കണം. ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഞങ്ങൾ ചെയ്തതാ. ഈ പറയുന്ന ജൂനിയർ വക്കീലിന് അന്ന് എന്തെങ്കിലും അത്യാഹിതമായി സംഭവിച്ചിരുന്നുവെങ്കിൽ ബാർ കൗൺസില് ഈ പ്രോട്ടോകോളും മുറുകെ പിടിച്ചിരിക്കുമായിരുന്നു. അന്ന് അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല്, ഈ പറയുന്ന ജൂനിയർ വക്കീല് പല വർഷങ്ങളായി ബേലിൻദാസിന്റെ കീഴിൽ ജോലി ചെയ്തു വരുന്ന ഒരാളാണ്. ഒരു സമയത്ത് ഓഫീസിലെ ചില പ്രശ്നങ്ങൾ കാരണം ഈ ജൂനിയർ അഡ്വക്കേറ്റിനെ ബേലിൻദാസ് ജോലിയിൽ നിന്ന് പുറത്താക്കി വിട്ടു. പിന്നെ വീണ്ടും തിരിച്ചു ജോലിയിലേക്ക് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ 2025 മെയ് 13 ഈ അഡ്വക്കേറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാനായി ഈ ദാസിന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ പുതിയൊരു ജൂനിയർ വക്കീലിനെ അവിടെ കണ്ടു. അവര് കാര്യങ്ങൾ ശ്യാമിലിയോട് സംസാരിക്കാൻ പോയപ്പോൾ, ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം, എനിക്ക് നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ശ്യാമിലി എതിർത്ത് സംസാരിച്ചു. കാരണം ശ്യാമിലിയാണ് അതിനു മുമ്പ് അവിടെ അത്രയും കാലമായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഈ സമയത്ത് ബേലിൻദാസ് അവിടേക്ക് വരികയും അയാളും ഈ ഒരു വഴക്കിന്റെ ഇടയിലേക്ക് കയറുകയും ചെയ്തു. എന്നിട്ട് ബേലിൻദാസും ഈ ശ്യാമിലിയും തമ്മിലായി പിന്നെ ഉണ്ടായ വാക്കേറ്റം. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാറ് അവരുടെയൊക്കെ മുന്നേ വെച്ചിട്ട് എന്നെ അടിക്കുന്നത്. ഈ വാക്കേറ്റം മൂർച്ഛിച്ചു വന്നപ്പോൾ ശ്യാമിലി ദേഷ്യത്തിൽ ബേലിൻദാസിനെ ഒന്ന് തള്ളി എന്നാണ് കേൾക്കുന്നത്. ഈ സമയത്ത് അയാളുടെ കണ്ണട എന്തോ തെറിച്ചു പോയി പോലും. അതിന് പകരമായി അയാൾ കൊടുത്ത മറുപടിയാണ് ഇത്ര ക്രൂരമായി ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ളത്. ഉപദ്രവിച്ച് അവർ താഴെ വീണിട്ട് പോലും ഇയാള് മാറാൻ തയ്യാറായില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് അവരുടെ മുഖത്തെ പാടുകൾ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും അതിഭീകരമായിട്ട് തന്നെയാണ് ഇയാള് അവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഇയാളെ കുറിച്ച് പറയുന്നത്, ഇതിനു മുമ്പും ഇയാള് ഇതുപോലുള്ള ആക്രമണങ്ങൾ അയാളുടെ ഓഫീസിലുള്ളവരോട് കാണിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൂടാതെ ശ്യാമിലി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും ഓഫീസിൽ വെച്ച് ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നീട് ക്ഷമാപണം നടത്തി എന്നൊക്കെയാണ് ശ്യാമിലിയുടെ പരാതിയിലുള്ളത്. എന്താണെങ്കിലും ഈഗോയുടെ പേരിലുണ്ടായ അടിയാണ്. ഇത്രയും ക്രൂരമായി ബേലിൻദാസ് ശ്യാമിലിയെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ ഇത് രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ചയായി മാത്രം തീരേണ്ട ഒരു കേസായിരുന്നു. ഏതായാലും ബാർ കൗൺസിൽ താൽക്കാലികമായി ബേലിൻദാസിനെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. വനിതാ കമ്മീഷനും യൂത്ത് കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസ് എടുത്തിട്ടുമുണ്ട്. ശ്യാമിലി തന്നെ ആരോപിക്കുന്നത് ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ വന്ന ബാർ അസോസിയേഷനിൽപ്പെട്ട ചില ആളുകൾ അതിന് സമ്മതിക്കാതെ അവനെ രക്ഷപ്പെടുത്തി എന്നാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനുശേഷം ബേലിൻദാസിനെ കിട്ടുന്നത്. എന്താണെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെക്ഷൻ 126, സെക്ഷൻ 74, സെക്ഷൻ 115 ഇതൊക്കെ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് സ്ത്രീയെ അപമാനിച്ചതിന്റെ പേരിലും കയ്യേറ്റം ചെയ്തതിന്റെ പേരിലും ശാരീരികമായി പരിക്കേൽപ്പിച്ചതിന്റെ പേരിലും ഒക്കെയാണ്. എന്താണെങ്കിലും ബേലിൻദാസ് കുടുങ്ങും, അല്ലെങ്കിൽ കുടുങ്ങണം.